ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കള്. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവര് കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിൽ രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാ. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവെ, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി നടപടികള്, സാമ്പത്തിക ബാധ്യതകള് കർത്താവെ ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവര്, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകള്, പൈസ കൈ തികയാത്തവര്, ഗുണമായിട്ടും ഇല്ലാത്തവര്, അവരെയൊക്കെ നീ സന്ധിക്കണം. കർത്താവെ, ഞങ്ങള് 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിന് യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോഴേ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ. ആരെങ്കിലും അയക്കണമേ കർത്താവേ. മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങള്, പരീക്ഷ എഴുതി കഴിഞ്ഞവര്, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് കർത്താവ്, അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. ഈശോയെ, CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യന്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിന്റെ ശക്തി യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാവണമെങ്കിൽ അത് കർത്താവിന്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കൊണ്ട് കർത്താവിന്റെ കൃപയുടെ ശക്തിയാൽ എൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും ഈ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ എന്നേക്കുമേ. ഇന്നൊരു രസം ഉണ്ടായേ. ഇന്നലെ ഞാൻ അൾത്താറ നിന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആൾക്കാരെ കാണുമല്ലോ. അപ്പോഴേ ഈ നടുവൊക്കെ കുടിഞ്ഞ് ആൾക്കാർ താങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക കരുണ തോന്നി അവരോട്. ഞാൻ അവരുടെ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തു. അവരെ കാര്യമായിട്ട് പരിഗണിച്ച് അവർ സൈത്ത് പൂശി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവർ നിർത്തി കഷ്ടപ്പെടുത്താതെ പറഞ്ഞു വിട്ടു. അപ്പം എൻ്റെ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. അത് ഞാൻ എന്നെ തന്നെ ആക്ഷേപിച്ചതാണ് ശരിക്കും. കാര്യം, ഈ കൃപാസനത്തിൽ ആൾക്കാരുടെ തിരക്ക് കാരണം ഞാൻ എല്ലാവരും ഒരുപോലെയാണ് പരിഗണിച്ചു പോണത്. ചില ആൾക്കാരെ പ്രത്യേകിച്ച് അങ്ങനെ പരിഗണിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് പറഞ്ഞാലേ നമുക്ക്
കൃപാസനം ടോക്കിൻ്റെ തന്നെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമർ കെയർ ചെയ്യത്തില്ല ഞങ്ങളാരും. കൃപാസനത്തിൽ വന്ന് എനിക്ക് മനസ്സിലാവും. ഈ ബിസിനസ് സെന്ററിലാണ് കസ്റ്റമർ കെയർ നടത്തുന്നത്. ആ ചേട്ടാ ഇരിക്കു ചേട്ടാ, സുഖമാണോ ചേട്ടാ, വെള്ളം വേണം കുടിക്കാൻ, ആ പോണവരെ അവരെ പിന്തിരിഞ്ഞാണ്ട് അവരെ പമ്പർ ചെയ്തുകൊണ്ട് നടക്കും. ഇങ്ങനെ ഒരു കെയർ നിങ്ങൾക്ക് കൃപാസനത്തിൽ കിട്ടത്തില്ല, അറിയാമല്ലോ. പക്ഷെ അതിന് പകരം വേറൊരു കെയർ കിട്ടും. അത് റഫായിട്ടുള്ള കെയറാണ്. എന്താണ് കാര്യം? കവനൻ കെയർ. കവനന്റെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ചെയ്യില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കും, ഈ ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ റഫായിട്ട് പറയുമ്പോഴാണ്, ചേച്ചാ കൈ തന്നെ ഒന്നും മീൻ പിടിക്കണ്ട, വണ്ടി വിട്ടേക്കാൻ പറയും. അതിൻ്റെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കവനന്റ് എന്ന് പറയുന്ന ദൈവം എത്രയോ ജനങ്ങളുടെ ലോകത്തുണ്ടായിരുന്നു. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യര് അത് അനുഭവിച്ചു. ഇന്നും എന്തുമാത്രം അക്രൈസ്തവരാണ് ആൾത്താരയിൽ ഇന്നലെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണ ദൈവത്തെ അനുഭവിച്ചിട്ട്. അതൊക്കെ ഓർക്കുമ്പോഴേ, അതായത് ഒരു ദിവസം ഇന്നലെ കിട്ടിയ ഒരു സാക്ഷ്യം എന്നറിയാമോ? അതായത് ഒരു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അവരിങ്ങനെ തുപ്പി തുപ്പി നടക്കും, ഭക്ഷണം കഴിക്കത്തില്ല. അപ്പൊ അവരെ മെലിഞ്ഞ ആള് ആൾക്കാരെ പിടിച്ചു കൊണ്ടുവരുമ്പോ അവര് വന്നപ്പോ തന്നെ അവര് വീണ് കഴിഞ്ഞ ശേഷം അവർക്ക് ബോധം വന്നപ്പോ, അതാ മാതാവിന്റെ തിരുസേന വന്നപ്പോൾ അവർ ബോധം വന്നപ്പോ അവര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവര് ഭക്ഷണം കഴിക്കേണ്ട അവരുടെ മകള് കരഞ്ഞുപോയി. കാര്യം മാസങ്ങളായി അമ്മ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ അമ്മ കെട്ടഴിച്ച് വിട്ട്. പക്ഷെ എന്നാലും തുപ്പല് മാറുന്നില്ല. അത്താരയിൽ അവർ വരുമ്പോ അവർക്ക് വേറെ എന്തോ അസുഖമൊക്കെ പറഞ്ഞ് അത്താര വരികയാണെങ്കിലും, ഞാൻ സൈത്തെടുക്കുമ്പോ ഈശോ എന്നെ കൊണ്ട് അവിടെ തൊണ്ടയിൽ കുടിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൊണ്ടയെ കുടിച്ചിട്ട് അതോടുകൂടി അവിടെ തുപ്പല് നിറഞ്ഞു. എത്രയോ വർഷങ്ങളുടെ തുപ്പലാണ് ഭക്ഷണം കഴിക്കാതെ. അപ്പൊ ഇത് കാണുമ്പോ ദൈവത്തിനെ അനുഭവിച്ചു കഴിയുമ്പോ ആ മകള് കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത്, കരഞ്ഞുകൊണ്ട്. അപ്പൊ ഉടമ്പടി ഇതിനകം എത്രയോ ലക്ഷങ്ങള് അത് യേശുവിനെ ആദ്യമായിട്ടും കണ്ടുമുട്ടുന്നവര് പോലും ദൈവത്തെ അനുഭവിക്കുക. അപ്പൊ ദൈവത്തെ അനുഭവിക്കുമ്പോ ഞങ്ങൾ എപ്പോഴും ചെയ്യണത് എന്താണ്? ഞങ്ങള് കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല, പക്ഷെ കവനന്റെ കെയർ ചെയ്യും. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. അതാണ് കവനൻ കെയർ എന്ന് പറയുന്നത്. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കവനന്റെ കൃത്യവും വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി, അത് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെ ട്രെയിൻ ചെയ്യും. പിന്നെ കവനനെ തെറ്റിക്കുന്നവരോട് വളരെ ശാസനാപൂർവ്വം സംസാരിക്കും. തലയിലേക്ക് ഞാൻ സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. കുർബാനയ്ക്ക് വളരെ കർക്കശമായിട്ട് സംസാരിക്കും. നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് തന്നെ ഞാൻ പറയും. എന്താ കാര്യം? ചില ആൾക്കാർക്ക് ക്രിസ്തുവിന് അനുഗ്രഹം വേണം, ക്രിസ്തുവിനെ വേണ്ടേ. അപ്പൊ ഞങ്ങള് ദൈവമാണെങ്കിലും ക്രിസ്തുവിന്റെ കൂടെ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളും ക്രിസ്തുവിന്റെ കൂടെ മാത്രമേ അനുഗ്രഹം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ കസ്റ്റമർ കെയർ, കവനൻ കെയർ, നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം. നിലപാടിന്റെ കാര്യത്തിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം. എന്നാൽ പിന്നെ ക്രിസ്തു നിങ്ങളെ തിരിച്ചറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അനുഗ്രഹിക്കും.